പ്രതിപക്ഷ പ്രതിഷേധത്തിന് പിന്നാലെ ലോക്സഭ 5 മണിവരെ പിരിഞ്ഞു. പാർലമെന്റിനകത്തും പുറത്തും ഇന്ന് രാവിലെ മുതൽ പ്രതിഷേധമുണ്ടായി. രാജ്യസഭയിലും ഇന്ന് പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. PR അരവിന്ദ് ചേർന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ്, നരവനയുടെ പുസ്തകത്തിന്റെ പേരിലായിരുന്നു കഴിഞ്ഞ 2 ദിവസവും രാഹുലിനെ സഭയിൽ സംസാരിക്കാൻ പോലും അനുവദിക്കാതിരുന്നത്. ഇന്നും സമാനമായ വിഷയം തന്നെയാണോ സഭയിൽ ഉണ്ടായത്? എന്തൊക്കെയായിരുന്നു ചർച്ചയായത്? മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഇന്ത്യ US വ്യാപാര കരാറും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി സഭയിൽ സംസാരിക്കാൻ അനുവദിക്കാത്ത വിഷയത്തിലുമാണ് വലിയ പ്രതിഷേധം ഇന്ന് പാർലമെന്റിൽ അരങ്ങേറിയത്. ലോക്സഭാ നടപടികൾ ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിക്ക് ആരംഭിച്ച ലോക്സഭ നിരവധി തവണയാണ് നിർത്തിവെച്ചത്. പിന്നീട് 2 മണിയോടുകൂടി സഭാ നടപടികൾ വീണ്ടും പുനരാരംഭിച്ചപ്പോഴും വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പിന്നീട് ഈ സഭാ നടപടികൾ ഇപ്പോൾ 5 മണിവരെ നിർത്തിവെച്ചുകൊണ്ടുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. 5 മണിക്ക് പ്രധാനമന്ത്രി രാഷ്ട്രപതി നയപ്രഖ്യാപനത്തിലെ നന്ദിപ്രമേയ ചർച്ചയിൽ മറുപടി പറയും. പക്ഷേ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തും തുടരുമെന്ന കാര്യത്തിലും സംശയമില്ല. മോദി സറണ്ടർ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷം എന്ന പ്രതിഷേധം ഉയർത്തി. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ സഭയിൽ സംസാരിക്കാൻ അനുവദിക്കാത്തതിൽ ഇത്തരത്തിൽ പേപ്പർ കീറിയെറിഞ്ഞ എംപിമാർക്ക് സസ്പെൻഷൻ നൽകിയിരുന്നു. സസ്പെൻഷൻ നൽകിയ എംപിമാർ പാർലമെന്റ് കവാടത്തിൽ സത്യാഗ്രഹം ഇരിക്കുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധം പാർലമെന്റ് പുറത്ത് നടത്തുകയും ചെയ്തിരുന്നു. എന്നാലും തങ്ങളുടെ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസും വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യസഭയിലും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിലെ നന്ദിപ്രമേയ ചർച്ചയിൽ ഇപ്പോൾ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2:45 കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ രാഹുൽ ലോക്സഭയിൽ ഉയർത്തിയ അതേ വിഷയങ്ങൾ MM നരവനയുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ രാജ്യസഭയിലും മല്ലികാർജ്ജുൻ ഖാർഗെ ഉയർത്തുമെന്നതാണ് മനസ്സിലാകുന്നത്. ശരി, PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.